പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ആമേൻ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല, അവൻ വാക്കു മാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ആമേൻ. ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല, അവൻ വാക്കു മാറുകില്ല. എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലോ, മുറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലോ, എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലോ, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ ഇല്ല, ഇല്ല, ഞാൻ ഭയപ്പെടുകയില്ല. ആമേൻ. ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ആമേൻ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല, അവൻ വാക്കു മാറുകില്ല. ആമേൻ. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. ആമേൻ. ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ആമേൻ. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ആമേൻ. ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല, അവൻ വാക്കു മാറുകില്ല. നിന്നെ തകർക്കാൻ ശത്രുവിൻ കരം നിന്റെ മേൽ ഉയർന്നാലോ, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലോ, എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലോ, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലോ, ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ ഇല്ല, ഇല്ല, ഒരിക്കലും
അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പതറിടല്ലേ,
തിരുവായി കൊണ്ട് അരുളി ചെയ്യുകയും തൃക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്ത ദൈവം അവൻ നമ്മുടെ ദൈവമത്രേ. ഹല്ലേലൂയ. വിക്കമരവനാരകനാരകത ശംബരരാധേ ഭൗഡാര വസ്തുതരംബര ഭൗഡാരകതര വീരല ഭൗഡേ ശംബാരാജ ഭൗഡാരാജ ചൈതൽ കനകെ. വൈരത്രോ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. കരകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിക്കമരാജ ശംബാരാജ ഭൗഡാരകദാതിരദല വരവ വസ്തുവരം ദല ഭൗഡാരകദം ശംദലരേദാ ഭൗഡൽ കരകെ വിക്കമ ഭൗഡാരകദല വരവ ശംദലരകദ. രക്തം ചെയ്യും. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആരാധിക്കുന്ന ജനത്തെ ആത്മാവിൽ നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുകയില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ പാടി സ്തുതിക്കാൻ, അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റുവാൻ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനാൽ നമ്മുടെ കർത്താവിന് നന്ദി അറിയിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് കൃപ തന്നതിനാൽ ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. ജീവനുള്ളവരെല്ലാം ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിച്ചാണ്. ജീവനുള്ളതെല്ലാം ദൈവത്തിന് സ്തോത്രം കരേറ്റിയാണ്. കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം. എല്ലാ അന്ധകാര ശക്തികളും ഇന്ന് പകൽ കീഴടങ്ങട്ടെ. എല്ലാ വിചാരത്തിന്റെ ശക്തികളും ഇന്ന് പകൽ കീഴടങ്ങട്ടെ. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന വെളിപ്പെടട്ടെ. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh Jesus, we praise you, we praise you, we praise you. Rikabababarabaraba shambararagadanagadaga അസ്തുരാധനാരകടക ശംഭൗഡേരകധന. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ജയമെടുക്കുകയാ, ജയമെടുക്കുകയാ. എല്ലാ പോരുകളും ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. ജനം ആത്മാവിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മശക്തിയോടെ. ഹല്ലേലൂയ. വീണ്ടെടുപ്പുകാരന് സ്തോത്രം, നമ്മുടെ രക്ഷിതാവിന് സ്തോത്രം. ഹല്ലേലൂയ. Oh Jesus, we praise you, we praise you, we praise you, we praise you, we praise your name. Hallelujah. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. സകല പുകഴ്ചയ്ക്കും യോഗ്യൻ യേശു മാത്രം. സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്തുതികളിന്മേൽ അധിവസിക്കുന്ന രാജാവ് വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. അധികാരമുള്ളവൻ, ആദ്യനും അന്ത്യനുമായവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ. ആമേൻ. നക്ഷത്രങ്ങൾ, ആമേൻ, 7 നക്ഷത്രം വലക്കൈയിൽ പിടിച്ച, രാജമുടി തലയിലണിഞ്ഞ, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച നമ്മുടെ രാജാവ് എഴുന്നള്ളുന്നു. ഹല്ലേലൂയ. ആ മഹത്വം കണ്ടവർ ദൈവത്തെ സ്തുതിച്ചാട്. ആ മഹത്വം കാണുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടതുപോലെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവനായി, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിലയങ്കി ധരിച്ച് നിലവിളക്കളുടെ നടുവിൽ ഉലാവുന്ന ക്രിസ്തു.
മഹത്വപൂർണനായ നമ്മുടെ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അവൻ വരുന്നു. അവന്റെ കാന്തയെ ചേർപ്പാൻ അവൻ വരുന്നു. വാമേൻ മധ്യാകാശത്തിൽ കാഹളം ധ്വനിക്കാറായി. കാന്തയെ ചേർപ്പാൻ കാലമായി. വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന ജനത്തെ ചേർക്കുവാൻ നമ്മുടെ നാഥൻ വരുന്നു. ഇന്ന് പകൽ അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊണ്ട്, ആരാധനയുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട്, സ്തുതികൾ ഉയർത്തിക്കൊണ്ട്, രാജാക്കന്മാരുടെ രാജാവേ ജയ ജയ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവന്റെ പാദപീഠത്തിൽ വീണ് അവനെ നമസ്കരിക്കാം. ദൈവസഭയെ കുമ്പിട്ടാരാധിക്കാം കർത്താവിനെ. അവന് തുല്യനാരുമില്ല. യേശുവേ, അങ്ങയ്ക്ക് തുല്യനാരുമില്ല. ആരാധ്യൻ നീ അത്രേ കർത്താവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും സകല സ്തോത്രത്തിനും യോഗ്യൻ നീ മാത്രം. യേശുവെ പോൽ ആരുമില്ല. ഇന്ന് പകലിൽ ആരാധിപ്പാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണ്. വിളിച്ചപേക്ഷിപ്പാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ അത് യേശു കർത്താവിന്റെ നാമം മാത്രമാണ്. കുമ്പിട്ടാരാധിപ്പാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണ്. ആകാശത്തിലും ആമേൻ സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന നാമം യേശു ക്രിസ്തുവിന്റെ നാമം. അവൻ സ്വർഗത്തിൽ ഒതുങ്ങുന്നില്ല, അവൻ ഭൂമിയിൽ ഒതുങ്ങുന്നില്ല, അവൻ പാതാളത്തിൽ ഒതുങ്ങുന്നില്ല. അവന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ഇവിടെയുണ്ട്. ഈ വിശുദ്ധ സഭായോഗത്തിൽ യേശുവുണ്ട്. അവന്റെ തോട്ടത്തിൽ അവൻ വന്നിട്ടുണ്ട്, അവന്റെ സഭയിൽ അവൻ വന്നിട്ടുണ്ട്. അവന്റെ മഹത്വമുള്ള സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം ഭൂമിയിലേക്ക് കണ്ണു നോക്കുന്നു. ഓ ജീസസ്, വി പ്രൈസ് യു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അവന്റെ ജനമായി കൂടി വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ആമേൻ. ഈ വർഷത്തിന്റെ ആരംഭ ഞായറാഴ്ച കണ്ടവർ നാം ഇന്ന് ഈ വർഷത്തിന്റെ ഒടുവിലത്തെ ഞായറാഴ്ചയിലും വന്നാരാധിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഭൂമിയിൽ നിന്ന് ഈ ചെറിയ കാലഘട്ടത്തിൽ മാറ്റപ്പെട്ടപ്പോ, ആമേൻ, ഒരു 9 മാസത്തെ കാലഘട്ടം അനേകരുടെ ജീവൻ കൊയ്തുകൊണ്ട് പോയപ്പോ, അനേക രോഗത്തിലായപ്പോ, അനേകർ ദുഃഖത്തിലായപ്പോ, അനേക കുടുംബങ്ങളിൽ കണ്ണുനീർ വന്ന് പാർത്തപ്പോ, അനേക ഭവനങ്ങളിൽ നിലവിളി ഉയർന്നപ്പോ, വിലാപം തടം കെട്ടിയപ്പോ, മരണത്തിന്റെ വാർത്ത മുഴങ്ങിയപ്പോ, നമ്മിൽ ഒന്നിനെ പോലും ആമേൻ കൊയ്തു കളയാതെ, നമ്മിൽ ഒന്നിനെ പോലും നഷ്ടമാക്കാതെ എല്ലാവരെയും ജീവനോടെ കാത്ത ദൈവത്തിന് ഈ വർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിശുദ്ധ സഭായോഗത്തിന് നടുവിൽ നിന്നുകൊണ്ട് ആർത്തു സ്തുതിച്ച്, ദൈവ പൈതലേ, നിനക്ക് ദൈവം നീട്ടിത്തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത, എത്ര സ്തുതിച്ചാലും മതിയാകാത്ത നേട്ടം ദൈവം നമുക്ക് വേണ്ടി ചെയ്തല്ലോ. ഓ ജീസസ്, വി പ്രൈസ് യു. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കാത്ത ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആരാധിപ്പാൻ സ്വാതന്ത്ര്യം എന്ന ദൈവത്തിന് സ്തോത്രം. കഷ്ടതകളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, എന്നാൽ അതിനെ തരണം ചെയ്യുവാൻ യഹോവ കൂടിയിരുന്നു. കഷ്ടതയുടെ നടുവിൽ അവൻ കൈവിട്ടില്ല, രോഗക്കിടക്കയിൽ അവൻ കൈവിട്ടില്ല, കണ്ണുനീർ നിറഞ്ഞപ്പോൾ അവൻ കൈവിട്ടില്ല, തളർന്നപ്പോൾ അവൻ കൈവിട്ടില്ല. അവൻ എൻ്റെ അരികത്തുണ്ടായിരുന്നു. അവൻ എന്നെ മാറോട് ചേർത്ത് വെച്ചു. മകനെ, മകളെ എന്നവൻ എന്നോട് വിളിച്ചു. അവൻ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അവൻ എനിക്ക് ധൈര്യം നൽകി. അവൻ എന്നെ നടത്തി. വെള്ളത്തിന്മേൽ പത്രോസിനെ നടത്തിയതുപോലെ ഈ പ്രതികൂലത്തിന്റെ നടുവിലൂടെ അവൻ എന്നെ നടത്തി. ആമേൻ. കാറ്റും ആമേൻ കോളും തിരമാലകളും എനിക്ക് വിപരീതമായിരുന്നു. അവയൊന്നും എനിക്ക് അനുകൂലമായിരുന്നില്ല. സാഹചര്യങ്ങൾ മുഴുവൻ എനിക്ക് പ്രതികൂലമായിരുന്നു. എങ്കിലും അവൻ എന്നോട് പറഞ്ഞു വരിക. എങ്കിലും അവൻ എന്നോട് കൽപ്പിച്ചു വരിക. വെള്ളത്തിന്മീതെ ഞാൻ നടന്നു. പത്രോസിനെ പോലെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നടന്നു. ഞാൻ താഴ്ന്നു പോകാൻ അവൻ സമ്മതിച്ചില്ല. എന്റെ മനസ്സ് പതറിയിട്ടും, എന്റെ വിശ്വാസം തണുത്തു പോയിട്ടും, ഞാനൊന്ന് ക്ഷീണിച്ചിട്ടും അവൻ എന്നെ വിട്ടുകളഞ്ഞില്ല. ആഴത്തിൽ ഞാൻ പോകുന്നതിന് മുൻപ് അവൻ എന്നെ കരം നീട്ടി പിടിച്ചു. അവൻ എന്നെ കരം നീട്ടി പിടിച്ചു. വീഴുവാൻ തക്കവണ്ണം പലവട്ടം ശത്രു എന്നെ തള്ളി, എങ്കിലും വീഴാതെ വണ്ണം യേശുവിന്റെ കരം എന്നെ താങ്ങി. വഴുവഴുപ്പിൽ ഞാൻ നിന്നു, പക്ഷെ കരം എന്നെ പിടിച്ചു. ഞാൻ വീഴാതെ അവൻ എന്നെ സൂക്ഷിച്ചു. അവന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതമായിരുന്നു. ഓ റിക്കംഭാര
റിഗവംഭാന ധിരംബരാജ ശംദരേ വിബൽപൗഡാര. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ കാക്കും പോലെ എൻ്റെ പിതാവ് എന്നെ കാത്തു. ആ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. അപകടങ്ങൾ എനിക്ക് നേരെ ഉണ്ടായി, വാഹന അപകടങ്ങൾ, രോഗക്കെടുകൾ, അവൻ കണികൾ എനിക്ക് നേരെ കയറി വന്നു. പക്ഷെ ദൈവം എന്നെ സൂക്ഷിച്ചു, ദൈവം എന്നെ സൂക്ഷിച്ചു, ദൈവം എന്നെ സൂക്ഷിച്ചു, ദൈവം എന്നെ സൂക്ഷിച്ചു. എന്നെ കർത്താവ് സൗഖ്യമാക്കി എന്നുറപ്പുള്ളവർ സ്തോത്രം ചെയ്ത്, എന്നെ കർത്താവിനെ സൗഖ്യമാക്കി എന്നുറപ്പുള്ളവർ സ്തോത്രം ചെയ്ത്, അവൻ എനിക്ക് പരിചയമായി നിന്നു എന്നുറപ്പുള്ളവർ സ്തോത്രം ചെയ്ത്, അവൻ എന്നെ രക്ഷിച്ചു എന്നുറപ്പുള്ളവർ സ്തോത്രം ചെയ്ത്, അവൻ എന്റെ കരം പിടിച്ചു എന്നുറപ്പുള്ളവർ സ്തോത്രം ചെയ്ത്, എന്റെ മെഡിക്കൽ, എന്റെ കഴിവല്ല, എന്റെ ബോഡിയിലുള്ള ആന്റിബോഡി അല്ല, ഞാൻ എടുത്ത മെഡിക്കേഷൻ അല്ല, എന്റെ പ്രിക്കോഷൻ മെഷർമെന്റ് ഒന്നും അവൻ ശരിയായിരുന്നില്ല. അതിനേക്കാൾ അപ്പുറം വേഗത്തിൽ ചെല്ലുന്ന വചനം എനിക്ക് പരിചയമായിരുന്നു. ആത്മാവിന്റെ വലയം എനിക്കുണ്ടായിരുന്നു. എന്നെ പ്രൊട്ടക്ട് ചെയ്തവർ സ്വർഗത്തിലെ ദൈവമാണ് എന്നുറപ്പുള്ളവരെല്ലാം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ മുഴുവൻ സ്തുതിച്ചാരാധിച്ചാലും മതി വരത്തില്ല ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ. ഇന്ന് മുഴുവൻ ആരാധിച്ചാലും മതിയാകത്തില്ല ദൈവം ചെയ്ത ഉപകാരം ഓർത്താൽ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത വിധം നന്മകൾ, സമാധാനം, സന്തോഷം, ആനന്ദം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നല്ലോ. ആമേൻ. കർത്താവ് എത്ര നല്ലവൻ. യേശുവിന് മഹത്വം. ആമേൻ. 2020 അവസാനിക്കുവാൻ ചില്ലറ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് പകലിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലത്തെ സർവീസിൽ കർത്താവിൻ്റെ ദാസിയിലൂടെ വളരെ ശക്തമായ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രവൃത്തി ആരംഭിക്കുന്നതേയുള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതേയുള്ളൂ. അത്ഭുത പ്രവൃത്തികൾക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വിടുതലുകൾക്കായി നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം. രാജ്യങ്ങൾ മുൻപോട്ട് കടന്നു വന്ന ഈ സമയം സഭായോഗത്തിൻ്റെ തുറന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ അതാത് സ്ഥലങ്ങളിൽ തലകളെ വണക്കി ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രയാസങ്ങളുടെയൊക്കെ നീ ഞങ്ങളെ കടത്തി വിട്ടെങ്കിലും ഞങ്ങളെ ഇത്രത്തോളം നീ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്തതിൻ്റെ കൃപയ്ക്കായി കർത്താവേ, നന്മയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഞങ്ങളെ സന്ദർശിച്ചു, നീ ഞങ്ങളെ വ്യത്യാസപ്പെടുത്തി. ഹല്ലേലൂയ. നീ ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നന്മകളെ ഓർത്ത് കർത്താവേ, നീ മനുഷ്യപുത്രന്മാർ ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവെ നിന്നെ സ്തുതിപ്പാൻ കർത്താവെ എപ്പോഴും ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ കൂട്ടിവരുത്തി തിരുനാമത്തിൽ കർത്താവെ സ്തോത്രവും മഹത്വവും നന്ദിയും പറഞ്ഞുകൊണ്ട് കർത്താവെ നിന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. സഭായോഗത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആണ്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിന്റെ വിശ്വസ്തത ഞങ്ങൾ അനുഭവിച്ചു കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും തിരുസന്നി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. വചനം സംസാരിക്കുന്നതിൻ്റെ ദാസനെ ഏൽപ്പിക്കുന്നു. വലിയ അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ധൈര്യത്തോടെ നിന്റെ വചനം പ്രസ്താവിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ അധികാരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും സമർപ്പിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ വിശ്വസ്തതയ്ക്കായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ. ഇവിടെ നടക്കുന്നതെല്ലാം തിരുനാമത്തിന് മഹത്വമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥി. അനുഗ്രഹം പ്രാപിച്ച്, വലിയ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകല മഹത്വവും പുകഴ്ചയും അവിടുത്തേക്ക് തരുന്ന കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന് അധികാരമുള്ള നാമത്തിൽ യാചിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. എല്ലാവരും പ്രാർത്ഥനയുടെ അതത് സ്ഥലങ്ങളിൽ ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഈ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കടന്നു വന്ന് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ 2020 ആദ്യ ആഴ്ചകളെ ഓർത്തു പോവുകയാണ്. അന്ന് അല്പമായ വ്യത്യാസങ്ങൾ ഇതിൽ നിന്നുണ്ട്.
നമ്മൾ ഇരുന്നിരുന്നത് ഇതുപോലെയല്ല. നമ്മുടെ വേഷവിധാനങ്ങൾക്ക് മാറ്റമുണ്ടായിരുന്നു, നമ്മുടെ ആരാധന രീതികൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത രീതികൾ പലതും മാറി, ആഹാര രീതികൾ മാറി, നമ്മുടെ യാത്രാ സംവിധാനങ്ങൾക്ക് മാറ്റം വന്നു, നമ്മുടെ വേഷവിധാനങ്ങൾക്ക് മാറ്റം വന്നു. അഡീഷണലായിട്ടൊരു വേഷം കൂടെ നമുക്ക് ചാർത്തപ്പെട്ടു. അത് നമ്മുടെ മുഖം മറയ്ക്കുന്ന മാസ്കായി. അങ്ങനെ ജീവിതത്തിൽ ഇരിപ്പുകൾക്ക് മാറ്റം വന്നു. കാലാകാലങ്ങളിലായി മലയാളി പെന്തക്കോസ്തുകാർ ഇടതും വലതുമായി, സഹോദരന്മാർ സഹോദരിമാർ വേർതിരിച്ച് ഇരുന്നിരുന്ന ട്രഡീഷൻ ഒക്കെ കോവിഡ് വന്ന് എടുത്തു മാറ്റി. കുടുംബമായി ഒരുമിച്ചിരുന്ന് തുടങ്ങി, വേറിട്ടിരുന്നു തുടങ്ങി, സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ടിരുന്നു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കാണുമ്പം വിശുദ്ധ ചുംബനം കൊടുത്തിരുന്നവർക്ക് അതിന് കഴിയാതെയായി. എന്നാലും ചിലർ അതിക്രമിച്ച് കയറി അങ്ങ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കൈ തന്നുകൊണ്ടിരുന്നവർ തരാതെയായി. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വർഷത്തിൻ്റെ ആരംഭത്തെക്കാൾ അവസാനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മുടെ ആത്മീയ സന്തോഷത്തിന് വലിയ വർധനവ് തന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വന്നു. നമ്മുടെ വിശ്വാസ ജീവിതം വർദ്ധിച്ചു. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് സംഭവിച്ചു. വചനത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടുമുള്ള ദാഹം നമുക്ക് വർദ്ധിച്ചു. ആരാധനയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും കൂടി വരുന്നതിൻ്റെയും കൂട്ടായ്മയുടെയും ആവശ്യകതയും അതിൻ്റെ സന്തോഷവും എന്തെന്ന് നമ്മൾ വല്ലാണ്ട് തിരിച്ചറിഞ്ഞത് നമുക്ക് യഥേഷ്ടം ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്. അത് കാണണമെങ്കിൽ ഒരു സർവീസ് മാത്രമുള്ള ഒറ്റ സൈനപ്പ് ഷീറ്റുള്ള ദിവസം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കാണിക്കാം ആ തിരക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ആരാധനയ്ക്ക് വരണം, എത്രയും വേഗം അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ള ഒരു വലിയ ബദ്ധപ്പാടിൽ നമ്മൾ എത്തപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോഴും കിട്ടുന്ന അവസരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഒരു ചടങ്ങ് ആരാധനകളല്ല ഇപ്പോൾ നമ്മുടെ ആരാധനകളെന്ന് നമ്മെക്കുറിച്ച് മാത്രമല്ല പൊതുവെ ഉള്ള ക്രൈസ്തവ ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആരാധിക്കാൻ കൊതിയുള്ളവരേ ഉള്ളൂ ആരാധനയ്ക്ക്. പ്രാർത്ഥിക്കണമെന്ന ആത്മാർത്ഥതയുള്ളവരെ പ്രാർത്ഥനയ്ക്കുള്ളൂ. ഒരു കാറ്റടിക്കുമ്പോൾ പതിർ പാറിപ്പോകുന്നതും നല്ല വിത്തുകൾ ബാക്കി കിടക്കുന്നതും എന്ന് പറയുന്നത് പോലെ ഒരു കാറ്റടിച്ചപ്പോൾ നല്ലതും പതിരുമൊക്കെ വേർതിരിയാൻ തുടങ്ങി. പ്രാർത്ഥിക്കണമെന്നുള്ളവൻ എന്ത് വില കൊടുത്തും പ്രാർത്ഥിക്കാൻ പോയി. ആരാധിക്കണമെന്നുള്ളവൻ എന്ത് വില കൊടുത്തും ആരാധിക്കാൻ തയ്യാറായി. ദൈവത്തെ പിൻപറ്റുന്നവൻ എന്ത് വില കൊടുത്തും ദൈവത്തെ പിൻപറ്റാമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഒന്നിനും തകർക്കുവാൻ പറ്റാത്ത വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കഷ്ടതകളിലൂടെ രൂപപ്പെടുത്തുകയായിരുന്നു. നമ്മെ ദൈവമൊന്ന് ഉടച്ചു പണിയുകയായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിനും ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. COVID-19 അനുവദിച്ചതിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മെ തമ്പുരാൻ ഈ ദിവസങ്ങളിലൊന്ന് ഒരുക്കുകയാണ്. കർത്താവ് ധാരാളമായി നമ്മെ നിറയ്ക്കട്ടെ. ആത്മാവിനാൽ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. വാക്കുകൾ ഞാൻ പരിമിതപ്പെടുത്തുന്നു ഇന്ന് പകൽക്കാലം. പുതുതായി അതിഥികളായി ചില പ്രിയമുള്ളവരുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രിയ പാസ്റ്ററുടെ അമ്മമ്മയുടെ മകൾ സിസ്റ്റർ ഡെബി ഇന്ന് പകൽക്കാലം നമ്മളോടൊപ്പം ഉണ്ട്. കുടുംബത്തിൽ ബാക്കിയുള്ളവർ ഫസ്റ്റ് സർവീസിന്, പ്രിയ സഹോദരനും കുഞ്ഞുങ്ങളും ഫസ്റ്റ് സർവീസിനുണ്ടായിരുന്നു. പ്രിയ സഹോദരി ഇന്ന് പകൽക്കാലം നമ്മളോടൊപ്പം ആരാധിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു, ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗസ്റ്റ് അല്ല, ദേ ആർ ഓൾറെഡി പാർട്ട് ഓഫ് അവർ ഫാമിലി. പാസ്റ്റർ സ്റ്റീഫൻ ആൻഡ് സിസ്റ്റർ ഏഞ്ചൽ അവരിന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്നലെ രാത്രിയിൽ അവർ വെർജീനിയയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് എത്തുവാനിടയായി. കർത്താവിൻ്റെ ദാസനെയും കർത്താവിൻ്റെ ദാസിയെയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരിൽ കൂടെയുള്ള ശുശ്രൂഷകൾ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രം കരയറ്റാം. എനി പ്രൈസ് റിപ്പോർട്ട് ഓർ എ പ്രെയർ റിക്വസ്റ്റ്, പ്രൈസ് ദ ലോർഡ്. സമയം അധികം സാക്ഷ്യത്തിനായി വേർതിരിക്കാനില്ല, അതുകൊണ്ട് സാക്ഷ്യമായിട്ട് ഇത് എടുക്കേണ്ട.
praise report or prayer request? An immediate praise report or a prayer request? ആർക്കെങ്കിലും ഉണ്ടോ? Thank you so much. Praise the Lord. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Any birthdays or any anniversaries? ഷോൺസ് ബർത്ത്ഡേ, ഷോൺ ഫസ്റ്റ് സർവീസിൽ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. We are going to pray again for Sean. And brother Dennis birthday this week. And who else? Ronald's birthday. And Prince's birthday. Prince is not here right now. So ഫസ്റ്റ് സർവീസിൽ അതൊക്കെ പറയുകയുണ്ടായിരുന്നില്ല. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെ ഓർത്ത് പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വർഷമായി ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Did I miss anyone? നിസിയ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. Praise the Lord. കർത്താവിന് സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കേണ്ടതിനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റീഫൻ ലിയോ ഇന്ന് പകൽക്കാലം നമ്മളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. കർത്താവിൻ്റെ ദാസനിലൂടെ വിലപ്പെട്ട ആലോചന ലഭിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ പിന്നെയും കർത്താവിനെ വാഴ്ത്തുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ദൈവത്തെ സ്തുതിച്ച് ആരാധിപ്പാൻ ദൈവമായ കർത്താവ് കൃപ നൽകുമാറാകണമേ. ഞങ്ങളുടെ വിശേഷ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത് പകലാണല്ലോ കർത്താവേ. ഇന്ന് പകലിലും ആത്മീയ ദൂതുകൾ, വിലപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനിൽ ഇരിക്കുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്നിടത്ത് ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ കോൺഗ്രിഗേഷനെ ദൈവം അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചവർക്കായി സ്തോത്രം, അവരെ അനുഗ്രഹിപ്പാൻ പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രദർ ഡെന്നിസിനായി സ്തോത്രം, ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഷോണിനായി സ്തോത്രം, ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. റോണലിനായി സ്തോത്രം, ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പ്രിൻസിക്കായി സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ സകലവിധ നന്മകളാലും ദൈവം അവരെ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സകല കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിപ്പാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഇരിപ്പാൻ ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്പെഷ്യൽ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സെഷനുകളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. രക്തം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും മുദ്രയിടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. തുടർന്ന് വചനം സംസാരിക്കുന്ന ദാസന്റെ മേൽ കർത്താവേ, നിന്റെ കൃപ പകരുമാറാകണമേ. വിലപ്പെട്ട ദൈവത്തിന്റെ ദൂത് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ലഭിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ, ഞങ്ങളെ എല്ലാവരെയും ആത്മീയമായി ഇന്ന് പകലിൽ ഉണർത്തുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, തുടർന്നും കൂടെ ഇരിക്കണം, ഭരിച്ചു നടത്തണം. മാനവും മഹത്വമെല്ലാം തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. Amen. Amen. Praise the Lord. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയം Pastor Stephen Leo will come forward and speak to us. Raju Uncle will interpret for us. Pastor Stephen. Praise the Lord. Praise the Lord, everyone. ദൈവത്തിൻ്റെ മഹത്വം. May the Lord's name be glorified. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. It is indeed a blessing to be in the presence of God. ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. I consider this as an honor to serve the Lord. ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് ഒരു വലിയ പദവിയായി ഞാൻ കരുതുന്നു.
I thank the church, pastor, and the members of the church, everyone, and I believe God is here. കർത്താവിൻ്റെ ദാസനെയും ഈ സഭയെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. I also thank Pastor here for translating, Brother Raju, Uncle Raju, I'm sorry, for his translation for me. Praise the Lord. Praise God. Hallelujah. Let us bow down our heads and pray before the Lord. Father, we thank you for this wonderful time you have given us. We humble ourselves before you. Let your name be glorified. Let your name be magnified. We thank you, Jesus. Lord, hide us. Reveal yourself to us so that we may understand your heart. Speak to us, O God. In Jesus Christ's name we pray. Amen. We give you all the glory and honor. We give all the praises and thanks. Amen. 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 Hallelujah. We praise God for everything He has done in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Hallelujah. Hallelujah. We know that it was a very different year for us. ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു സംവത്സരമായിരുന്നു. We know that it was a difficult year for us. വളരെ പ്രയാസമുള്ള ഒരു വർഷമായിരുന്നു. Hallelujah. Thank you. Praise God, but yet God is with us. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. Praise be to God. Hallelujah. I would like to just make you to understand a few things which God wants us to understand today. നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. This year had a very peculiar term in everybody's life called isolation. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു അനുഭവം നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. Those who were with groups, those who were with the companions, those who were with families, those who were with friends, but this year made them to be isolated. നമുക്ക് സ്നേഹിതരും കുടുംബാംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കാകുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. We can take it in two aspects. This isolation can be a negative aspect or a positive aspect. ഈ ഒറ്റപ്പെടുന്ന അനുഭവം രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് ക്രിയാത്മകമായി ചിന്തിക്കാം, ഒന്ന് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. And the world also says that this isolation might have been given or permitted through the Lord, or it has been considered that it has been sent through the enemy. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ഒരു അനുഭവമായിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് കണക്കാക്കാം. Everything has two different aspects, but how do we consider it? എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. പക്ഷെ നാം അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു? The Bible says a different type of isolation. ദൈവം വേറൊരു തരത്തിലുള്ള ഒരു വേർപാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. So today I would like to make you familiar with three different persons who was isolated by God himself. ദൈവം തന്നെ ഒറ്റപ്പെടുത്തിയ മൂന്ന് ആളുകളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The first one is Paul the apostle. ആദ്യമായി പൗലോസ് അപ്പോസ്തലനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Second, the disciple Philip. രണ്ടാമത് ഫിലിപ്പോസ്. Third, the chosen son of Isaac, Jacob. രണ്ടാമത് ഇസഹാക്കിന്റെ മകനായ യാക്കോബ്. Praise God. Hallelujah. Hallelujah. Turn with me to the book of Acts chapter 9. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കാം. The book of Acts chapter 9. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം verse 1 onwards. 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ. Uncle can read it in Malayalam. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു, കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല.
അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. Praise the Lord. Amen. Hallelujah. We see here Paul, who was a zealous man for the Lord. ദൈവത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ശൗൽ. He was a man who was learned. വളരെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. He was a man who was very much compassionate and also passionate for the law. ദൈവത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു ശൗൽ. But his compassion was only focused on his group. അദ്ദേഹത്തിന്റെ സമൂഹത്തിന് വേണ്ടി മാത്രം ഒരു മനസ്സലിവുള്ള ആളായിരുന്നു. But when it comes to the people of the way, it clearly says they were the people of the way. ഈ മാർഗ്ഗക്കാരുടെ കാര്യം വരുമ്പോൾ Jesus is the way. യേശുവാണ് വഴി. In the first century, they were addressing the people of the way, those who followed Christ. 1-ാമത്തെ നൂറ്റാണ്ടിൽ ഈ മാർഗ്ഗക്കാർ എന്നാണ് ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടിരുന്നത്. Now some say that those terms are different because people consider Christianity as a religion. ഇപ്പോൾ ക്രിസ്ത്യാനിത്വം ഒരു മതമായി തീർന്നതുകൊണ്ട് ആ മാർഗം എന്നുള്ള പ്രയോഗം ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ല. But we need to understand that Christ called us to follow him. കർത്താവ് നമ്മെ വിളിച്ചത് അവനെ പിൻഗമിക്കുവാനായിട്ടാണ്. Because he is the way. കാരണം കർത്താവാണ് വഴി. He is the life. അവനാണ് ജീവൻ. He is the truth. അവനാണ് സത്യം. Even though Paul could understand those were the people of the way, but he could not understand Jesus was a true way. ഈ മാർഗ്ഗക്കാരെന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് ശൗൽ മനസ്സിലാക്കിയിരുന്നെങ്കിലും ശരിയായ മാർഗം യേശുവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. Israelites were expecting Messiah. ഇസ്രായേൽക്കാർ ഒരു മെശിഹയ്ക്ക് വേണ്ടി കാത്തിരുന്നു. But they could not realize who the Messiah was. പക്ഷേ ഈ മെശിഹ ആരെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. As we all celebrated Merry Christmas in a very different aspect this year, we need to understand that Christ came to this earth as a Messiah, not only to have happiness but to give salvation and eternal life. ലോകം മുഴുവൻ ക്രിസ്മസ് ഘോഷിക്കുമ്പോഴും കർത്താവ് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെയാണ് കടന്നു വന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നില്ല. Amen. Hallelujah. When God came here on the earth for the first time, he reminded us there will be a second coming. അവൻ ആദ്യമായി കടന്നു വന്നപ്പോൾ അവൻ വീണ്ടും കടന്നു വരും എന്ന് നമ്മെ ഓർപ്പിച്ചു. He came as a lamb to the earth, but he will return as a lion of Judah. ആദ്യം ദൈവത്തിന്റെ കുഞ്ഞാടായി കടന്നു വന്നു, ഇനി യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി അവൻ കടന്നു വരും എന്ന് നമ്മെ ഓർപ്പിച്ചു. He came here to give salvation, but when he returns, he comes as a judge. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി അവൻ കടന്നു വന്നെങ്കിൽ ഇനി കടന്നു വരുമ്പോൾ ഒരു ന്യായാധിപനായിട്ടാണ് കടന്നു വരുന്നത്. So here when we see Paul's life, he was so persecuting the church that he was intimating them that he will go there and fetch everyone who will follow this way and persecute them. ശൗലിന്റെ ജീവിതത്തിൽ ഈ മാർഗ്ഗക്കാരായി യേശുവിനെ പിൻപറ്റുന്ന എല്ലാവരെയും പിടിച്ചു കെട്ടി അവരെ ഉപദ്രവിക്കാനായിട്ട് ശൗൽ അത്യന്തം ശ്രമിച്ചുകൊണ്ടിരുന്നു. While he was on the way to Damascus, ദമസ്കോസിന്റെ പടിവാതിലൂടെ യാത്ര ചെയ്യുമ്പോൾ with the authorization from the government and the synagogues, ഗവൺമെന്റിൽ നിന്നും അവരുടെ യഹൂദ സിനഗോഗിൽ നിന്നും അധികാരപത്രം വാങ്ങി he was intervened by the God Most High. ദൈവം അതിന്റെ മധ്യേ ശൗലിനോട് ഇടപെട്ടു. He started his journey in a different way for a different purpose, but God intervened and completely changed the purpose. പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടി ശൗൽ ദമസ്കോസിലേക്ക് യാത്ര ചെയ്തെങ്കിലും കർത്താവ് ഇടപെട്ട് ശൗലിന്റെ ഉദ്ദേശം മാറ്റി വേറൊരു ദിശയിലേക്ക് ശൗലിനെ തിരിച്ചുവിടുന്നതായിട്ട് കാണുന്നു. He did not address Jesus as Lord until then. അതുവരെ യേശുവിനെ കർത്താവെന്ന് ശൗല് വിളിച്ചിട്ടില്ല. Rather, in verse 5 we see that he is admitting and acknowledging that, who are you, my Lord? 5-ാമത്തെ വാക്യത്തിൽ ശൗല് നീ ആരാകുന്നു കർത്താവേ എന്ന് വിളിക്കുന്നതായിട്ട് കാണുന്നു. Until then he was thinking that this man was a complete different person who is misguiding the people from the Yahweh. അതുവരെ കർത്താവിനെ കുറിച്ച് ശൗല് വിശ്വസിച്ച് വെച്ചിരുന്നത് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരാളായിട്ടായിരുന്നു. But right now he could understand that he is the way. ഇപ്പോൾ ശൗലിന് മനസ്സിലായി യേശുവാണ് വഴി എന്ന്. And he immediately said, what should I do? ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിക്കുന്നു. The Lord said and commanded that what he must do. He was completely isolated and he was blinded spiritually and also in a physical way.
കർത്താവ് വ്യക്തമായി അവൻ എന്ത് ചെയ്യണമെന്ന് ശൗലിനോട് സംസാരിച്ചു. അവൻ ഫിസിക്കലായിട്ടും അക്ഷരീകമായിട്ട് തന്നെ അന്ധനായി തീർന്നു. അവനൊരു ഒറ്റപ്പെട്ട അനുഭവത്തിലേക്ക് മാറി. The physical blindness can help somebody in being isolation, but a spiritual blindness will make into devastation. അക്ഷരീകമായ അന്ധത ഹല്ലേലൂയ ശൗലിന് വന്നെങ്കിലും ആത്മീകമായ അന്ധത അവനെ ഒരു ഐസൊലേഷനിലേക്ക് നടത്താൻ He ഇടയായി. realized that he was aware what was happening around the city, but he could not understand that because of the spiritual eyes was not opened until then. എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് അറിയാമായിരുന്നെങ്കിലും ആത്മീകമായി അത് മനസ്സിലാക്കുവാൻ കഴിയാതെ ഒറ്റപ്പെട്ടവനായി ശൗൽ കഴിച്ചുകൂട്ടി. When you see in Galatians ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ chapter 1 ഒന്നാം അധ്യായത്തിൽ verse 17, 17-ാം വാക്യം, while he was explaining about the call of apostleship, he was saying he was chosen by God himself. അപ്പോസ്തലികമായ ഒരു വിളി കർത്താവിൽ നിന്ന് തന്നെ നേരിട്ട് ലഭിച്ചതായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. In verse 17 he says, 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, after he was chosen, അവനെ തെരഞ്ഞെടുത്തപ്പോൾ after the revelation from Jesus Christ, കർത്താവിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ച ശൗൽ he did not go to Jerusalem to those who were apostles before me, but I went to Arabia and returned again to Damascus. യെരുശലേമിലേക്ക് പോകുകയോ പൗലോസ് അപ്പോസ്തലൻ മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ ആലോചന ചോദിക്കുകയോ ചെയ്യാതെ ദമസ്കോസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തതായി നാം വായിക്കുന്നു. In verse 18 we see that then after 3 years he went to Jerusalem. 3 വർഷത്തിന് ശേഷം യെരുശലേമിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നാം കാണുന്നു. We have experienced an isolation for the last probably 10 to 12 months, a year. നമ്മളും ഈ വർഷത്തിൻ്റെ ഒരു നല്ല ഭാഗം ഐസൊലേഷനിൽ കഴിഞ്ഞവരാണ്. But here we see an isolation which was permitted by God to Apostle Paul. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ വന്ന ഐസൊലേഷൻ കർത്താവ് അനുവദിച്ചു വന്ന The ഒറ്റപ്പെടുത്തലായി. initial isolation was he was blind, ആദ്യത്തെ ഐസൊലേഷൻ അന്ധനായി തീരുക but എന്നുള്ളതായിരുന്നു. rather the important isolation which he went through was a form that he could revive his life. രണ്ടാമത്തെ ഐസൊലേഷൻ തൻ്റെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകുന്നതിന് സഹായമായി തീർന്നു. He could understand who Jesus Christ really was. യേശു ആരാണെന്ന് വാസ്തവമായി മനസ്സിലാക്കുവാൻ ആ ഐസൊലേഷൻ സഹായിച്ചു. That isolation helped him to understand the revelations of God. ആ ഒറ്റപ്പെടൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചു. That's what it says in verse 12. For I neither received it from man, nor was I taught it, but it came through the revelation of Jesus Christ. കർത്താവിൻ്റെ വെളിപ്പാടുകൾ ഞാൻ മനുഷ്യരോടല്ല പ്രാപിച്ചത്, കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ 12-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു. The initial revelation was given to him in the road to Damascus. ആ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ വെളിപ്പാട് പൗലോസ് അപ്പോസ്തലൻ ലഭിക്കുകയുണ്ടായി. But the greater revelations where he could understand the whole doctrine and the whole salvation act which God was manifested in the world in those 3 years. ആ 3 വർഷക്കാലം കൊണ്ട് എന്തിനു വേണ്ടി ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിൻ്റെ വെളിപ്പാടും അതിൻ്റെ മർമ്മങ്ങളും മനസ്സിലാക്കുവാൻ പൗലോസ് അപ്പോസ്തലന് ദൈവം കൃപ കൊടുത്തു. We could understand from his writings, the letters to various churches, especially to the Romans, we could understand how doctrinal and theological those aspects are. വളരെ മാർമികമായ ഉപദേശപരമായ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൗലോസ് അപ്പോസ്തലൻ സഭകൾക്ക് എഴുതിയ എഴുത്തുകളിൽ നിന്ന് എന്തുമാത്രം ആ റെവലേഷൻ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. The words which he uses like justification, salvation, sanctification, everything is completely a different terminologies used in the New Testament. ദൈവത്തിൻ്റെ മഹത്വം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, രക്ഷ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡോക്ട്രിൻസ് എത്രമാത്രം കർത്താവിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചുവെന്ന് ഈ എഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. So when we go through isolation, we must understand that when you are in the presence of God, when you submit and surrender unto his will, he will reveal greater revelations. നാം ദൈവഹിതപ്രകാരം ഒറ്റപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ചില വെളിപ്പാടുകൾ പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. Initially it might be a difficult task to go through the path. എന്നാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാമെങ്കിലും പിന്നീട് അത് അനുഗ്രഹമായി തീരും. We see here he was there in Arabia for 3 years. അവൻ അറബി ദേശത്ത് 3 വർഷം പാർത്തു. It was a wilderness. അത് വളരെ ഒരു മരുഭൂമിയുടെ അനുഭവമായിരുന്നു. We think that
Who wants to live in a wilderness? ആർക്കാണ് മരുഭൂമിയിൽ പാർക്കാൻ ആഗ്രഹം? After knowing a life of happiness and comfort, nobody wants to go through the wilderness. വളരെ സന്തോഷകരമായ ഒരു ജീവിതം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. Maybe this time of pandemic, God intentionally laid out to everybody so that they are not willing to come through the wilderness journey. So let us make them to walk through the wilderness. എന്നാൽ ഈ പാൻഡമിക് സമയത്ത് ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ താല്പര്യമില്ലാത്ത ആളുകളെ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ദൈവം നടത്തുവാനിടയായി. In wilderness, you need to be alone. ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നാം ഒറ്റയ്ക്കാകുന്ന അനുഭവമാണ്. You can't see anything near your sight. നമ്മുടെ അടുത്ത് വേറെ ആരെയും നമ്മൾ കാണുന്നില്ല. You wanted to have some companions, rather the heat, the wind, the mud around the wilderness will completely make you thirsty, hungry, and completely down. നമ്മ സ്നേഹിതന്മാരെയും ചാർച്ചക്കാരെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മരുഭൂമിയിലെ ചൂടും മണ്ണും ചെളിയും നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. It will make us to go through a pain. വളരെ ദുഃഖകരമായ അനുഭവത്തിലൂടെ നമ്മെ കടത്തിവിടുന്നു. But when you take that journey and submit your life to God, He will turn that pain into joy. എന്നാൽ നാം അത് സന്തോഷത്തോടെ അത് സഹിക്കുന്നുവെങ്കിൽ ആ ഒരു ദുഃഖത്തിൻ്റെ അനുഭവം ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായി മാറ്റി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. The way of wilderness will become a way of life. ആ മരുഭൂമിയുടെ അനുഭവം ഒരു ജീവന്റെ അനുഭവമായി മാറ്റി തീർക്കുവാൻ കർത്താവിന് കഴിയും. And that's how we saw in the life of Paul. അതാണ് നാം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ കണ്ടത്. He accepted to walk through the wilderness. ആ മരുഭൂമിയിലൂടെ കടന്നു പോകുവാൻ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പൗലോസ് അപ്പോസ്തലൻ തന്നെത്താനെ സമർപ്പിച്ചു. Not by his own strength. ആ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ശക്തിയിലല്ല. Initially he was running all by his own. ആദ്യം ശൗൽ സ്വന്തം ശക്തിയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. He tried to teach the law. ആ ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. But when he submitted to walk through the wilderness by the power of the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മരുഭൂമിയുടെ അനുഭവത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ he could understand the true love of God. ദൈവത്തിന്റെ യഥാർത്ഥമായ സ്നേഹം രുചിച്ചറിയുവാനിടയായി. And that's why he says that the love of Christ compels me. The love of Christ transforms me. ദൈവത്തിന്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സ്നേഹം എന്നെ വ്യത്യാസപ്പെടുത്തുന്നു. That part of his life completely changed him throughout his journey. ആ മരുഭൂമിയുടെ അനുഭവം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. And now as we read through the scriptures which was written by Paul, we could understand how much God loves us. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. So if we are going through in such a way of wilderness, we need to understand that submitting ourselves to the will of God will help us to understand and know the revelations which God will give to us. നാം മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ അതിനുവേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. So the first point I was talking to you is that wilderness will allow you to understand and know the greater revelations which God has kept for you. ആദ്യമായി ഞാൻ പറഞ്ഞ പോയിന്റ് ഈ മരുഭൂമിയുടെ അനുഭവം ദൈവത്തിൻ്റെ മഹത്വമേറിയ വെളിപ്പാടുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. Isolation which was permitted by God will lead you to revelation. ദൈവം അനുവദിച്ച ഒറ്റപ്പെടുത്തലുകൾ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അത് പ്രയോജനകരമായി തീരും. Praise be to God. ഹല്ലേലൂയ. The second person I want to talk to you today രണ്ടാമത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആള് is also from the book of Acts, അതും അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് തന്നെയാണ്. chapter 8, 8-ാം അധ്യായം verse from 4 onwards. 4 മുതലുള്ള വാക്യങ്ങൾ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. Amen. Also from 26 onwards. 26 മുതൽ ഉള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്
നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. Amen. Praise be to God. Here we see that Samaria, which once was confessing Christ as Lord, right now they are confessing someone else as a part of God. In verse 10 you see. 10ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ശമരിയ പട്ടണം യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പട്ടണം ഇപ്പോൾ വേറൊരു ശക്തിക്ക് അധീനമായി തീർന്നതായിട്ട് 10ാം വാക്യത്തിൽ കാണുന്നു. Verse 9 you see the person's name called Simon. ശീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷനെ നമ്മൾ അവിടെ 9ാം വാക്യത്തിൽ He was കാണുന്നു. practicing sorcery ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു and he ശീമോൻ. was getting all the fame. വളരെ പ്രസിദ്ധനായി തീർന്നു ദുർമന്ത്രവാദത്താൽ. In that time Philip was reaching Samaria. ആ സമയത്ത് ഫിലിപ്പോസ് ശമരിയയിൽ ചെന്നു. By the Spirit of God he was casting out demons, healing, and there was miracles happening. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. And there was great joy in the city. വളരെ സന്തോഷം ആ പട്ടണത്തിലുണ്ടായി. And even this sorcerer confessed that Jesus is Lord. ഈ ശീമോൻ തന്നെ യേശുക്രിസ്തുവാണ് ദൈവമെന്ന് ഏറ്റുപറഞ്ഞു. Now the whole city of Samaria could understand and confess again that Jesus is Lord. ശമരിയ പട്ടണം മുഴുവൻ യേശുക്രിസ്തു തന്നെയാണ് ദൈവം ഏറ്റുപറയുവാൻ Everything was so good. എല്ലാം നന്നായിരിക്കുന്നു. Maybe it was a mega church. അതൊരു വലിയ സഭയായിരുന്നിരിക്കാം. But see what God said to Philip. എന്നാൽ ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. Verse 26. 26ാം വാക്യം. Now an angel of the Lord spoke to Philip, saying, Arise and go towards the south along the road which goes down from Jerusalem to Gaza. This is a desert. ഇതൊരു മരുഭൂമി ആയിട്ടുള്ള സ്ഥലമാണ്. കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. Which is also called as wilderness. അതൊരു മരുഭൂമി പ്രദേശമാണ്. We need to understand that Philip, who was working for God in a particular place, was told by God himself that right now you need to be in a place where there is nothing. വളരെ സന്തോഷമായി ശമരിയ പട്ടണത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസ് ആ കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ ഇവിടെ വിട്ട് നിർജ്ജനമായ ഒരു പ്രദേശത്തിലേക്ക് പോകണം. Maybe he was comfortable. ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. Maybe he had everything to do there. എല്ലാ വളരെ ശുശ്രൂഷകളൊക്കെ ഉള്ള സ്ഥലമാണ്. All new converts are being trained. ആളുകൾ രക്ഷിക്കപ്പെട്ട് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And he has to assign everyone according to their professions. എല്ലാവർക്കും അതാതിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പകുത്തു കൊടുക്കേണ്ട ശുശ്രൂഷയുണ്ട്. But God says, leave all those and go where I say. എന്നാൽ ഇപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇതെല്ലാം വിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് പോകുക. And he did not ask anything back. ഫിലിപ്പോസ് ഒന്നും കർത്താവിനോട് ചോദ്യം Rather he ചെയ്യുന്നില്ല. obeyed. അവൻ അനുസരിച്ചു. As soon as he obeyed, ഫിലിപ്പോസ് അനുസരിച്ചപ്പോൾ he could understand the plan of God. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. The angel of the Lord dropped him near the chariot കർത്താവിന്റെ ദൂതൻ ആ തേരിനടുത്ത് ഫിലിപ്പോസിനെ and കൊണ്ടുവന്നു. told, go near towards the chariot and overtake him. ആ തേരിനോട് ചേർന്ന് നടക്കുവാൻ ദൂതൻ പറഞ്ഞു. And the Lord said, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, you need to obey my call so that the entire nation will be transformed through this എന്റെ purpose. കൽപ്പന നീ അനുസരിച്ചാൽ ഒരു ദേശം മുഴുവൻ എന്നെ അറിയുവാനിടയായി. Hallelujah. ഹല്ലേലൂയ. You see, a person who is an eunuch from Ethiopia was returning back from Jerusalem. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനായിരുന്ന ഈ മനുഷ്യൻ ആരാധനയ്ക്ക് വേണ്ടി യെരുശലേമിൽ വന്നിട്ട് മടങ്ങി എത്യോപ്യയിലേക്ക് പോവുകയായിരുന്നു. Might be he would have reached Jerusalem several years, once in a year. ആ വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ആരാധനയ്ക്കായി യെരുശലേമിൽ കടന്നു വരുന്നത്. Because this was a time of Pentecost and this is the following chapters. ഇത് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയമായിരുന്നു. So everybody around the globe come to Jerusalem as a pilgrimage, as serving the Lord, and go back to their own town. ലോകത്തെ എല്ലായിടത്തുമുള്ള യഹൂദന്മാർ ആരാധനയ്ക്കായി യെരുശലേമിൽ വന്നിട്ട് മടങ്ങിപ്പോകുന്ന സമയമാണ്. This person could not understand that Messiah was being crucified and he rose again, and he could not realize who the Messiah was. മെശിഹ ആരെന്നോ മെശിഹ ക്രൂശിക്കപ്പെട്ടെന്നോ ഒന്നും മനസ്സിലാക്കുവാൻ ഈ ഷണ്ണന് കഴിഞ്ഞില്ല. He could have
understood that there is a rumor, there is a great news happening around Jerusalem that Jesus Christ was born, was യേശു raised. ക്രിസ്തു അവിടെ ജനിച്ചു, അങ്ങനെ കുറേ ന്യൂസുകളെല്ലാം അദ്ദേഹം ഒരു പക്ഷേ കേട്ടിരിക്കാം. There was a crucifixion happened on a third day. There was history made. There was Jesus who was risen. ഒരു ക്രൂശീകരണം ഉണ്ടായെന്നും മൂന്നാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്തകൾ അദ്ദേഹം കേട്ടിരിക്കാം. But he could not really understand that he is the Messiah. എന്നാൽ ഈ കർത്താവാണ് മെശിഹ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. When we read the following verses, we could understand that Philip asked him that, what are you reading? And he said, I am reading from the book of Isaiah. And how can I understand somebody unless somebody teaches me? നീ എന്ത് വായിക്കുന്നുവെന്ന് ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണെന്ന് പറഞ്ഞു. നീ വായിക്കുന്നു, നീ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും പൊരുൾ തിരിച്ചു തരുവാനില്ലെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിച്ചു. Then Philip could understand that God has sent him in the way of wilderness so that somebody could understand who Jesus is. യേശു ഫിലിപ്പോസിനെ ഈ നിർജ്ജന പ്രദേശത്തേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം ആരെങ്കിലും ഒരു മനുഷ്യൻ യേശു ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണെന്ന് ഫിലിപ്പോസിന് മനസ്സിലായി. Remember, when God sends us through the way of wilderness, he will have a plan that somebody is in the wilderness who needs him. നമ്മെ ഒരു നിർജ്ജന പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ദൈവം കടത്തിവിടുമ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം അവിടെ ഓൾറെഡി അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. Even in this world, there are several people in the wilderness. മരുഭൂമിയുടെ അനുഭവത്തിൽ അനേക ആളുകൾ ഈ ഭൂമിയിലുണ്ട്. But we who know Christ has go through the wilderness, then only they can understand who Jesus is. ദൈവത്തെ അറിയുന്ന നാം ആ മരുഭൂമിയിലേക്ക് കടന്നു എന്നെങ്കിൽ മാത്രമേ അവര് ദൈവത്തെ അറിയുവാനിടയായി. Praise be to God. Hallelujah. Remember that our journey through the wilderness will help someone to understand who Jesus Christ is. നമ്മുടെ മരുഭൂമിയിലുള്ള പ്രയാണം യേശു ആരെന്ന് ചിലരെങ്കിലും മനസ്സിലാക്കുവാൻ ഉതകുന്നതാണ്. The church walking through the wilderness of this period of life, of this period of history, will make others to understand that Jesus is the true God. സഭ ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥ ദൈവം യേശു ക്രിസ്തുവാണെന്ന് ചിലരെങ്കിലും മനസ്സിലാക്കുവാൻ അത് ഉതകുന്നു. But the church has to accept the call to walk through the wilderness. എന്നാൽ മരുഭൂമിയിലുള്ള യാത്ര സഭ സ്വീകരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യണം. Church does not mean a congregation, but it is in every individual who is called by God. ചർച്ച് എന്ന് പറഞ്ഞ ഒരു കൂടി വരുന്ന ഒരു സഭ മാത്രമല്ല, ഓരോ വ്യക്തിയും സഭയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ വിളിയുള്ള ആളുകളാണ്. If you really understand God's call and you walk through the wilderness, God will make you to meet that particular person in your life who needs Christ. ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കി മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ തയ്യാറെടുക്കുമെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ചില ജീവിതങ്ങളെ കർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. And today Ethiopia is one among the highest population which has Christian beings there. In Ethiopia. ഇന്ന് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ് എത്യോപ്യ. One among the highest population Christianity people there. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു രാഷ്ട്രം, ആഫ്രിക്കയിലുള്ള ഒരു രാഷ്ട്രം എത്യോപ്യയാണ്. All started because of one obedience from Philip and one man who wanted to know who Messiah was, and that's how the whole nation was revived. ഒരു മനുഷ്യന്റെ അനുസരണം കൊണ്ടാണ് അത് സാധിച്ചത്. Praise be to God. Hallelujah. Maybe you cannot understand what goes through in somebody's life, but God knows what there would be a greater revelation or greater revival in the forthcoming days. ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കില്ലായിരിക്കാം. എന്നാൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വെളിപ്പാട് വളരെ അനുഗ്രഹീതമായിട്ടുള്ളതാണ്. And the second aspect which I was talking to you was isolation will lead to revival. രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ മരുഭൂമിയുടെ അനുഭവം ഒരു ഉണർവിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ളതാണ്. If you obey, if you realize and if you allow the Holy Spirit to work through you, there will be a greater revival in the world. അനുസരിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുകയും ചെയ്യുമെങ്കിൽ ദൈവം ഒരു വലിയ ഉണർവിന് നിങ്ങളെ കാരണമാക്കി We as a church always pray for a revival to happen in the world.
But we need to go through the way of wilderness as a church, then only the revival will happen. നമ്മളെപ്പോഴും ഉണർവിനായി പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ എത്ര പേർ തയ്യാറാകും? Praise be to God. ഹല്ലേലൂയ. If you allow, if you obey to the call of God, God has a greater plan which you can never imagine. ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നിങ്ങൾ പുറപ്പെടുമെങ്കിൽ നമുക്കൊരിക്കലും ചിന്തിക്കുവാനോ കഴിയാത്ത രീതിയിലുള്ള പ്രവൃത്തി നമ്മളുടെ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയും. May the God's name be blessed. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. The final person whom I want to talk about is മൂന്നാമത് ഞാൻ സംസാരിക്കാനിരിക്കുന്ന ആൾ Jacob. യാക്കോബാണ്. Praise be to God. Turn with me to the book of Genesis, ഉൽപ്പത്തി പുസ്തകം chapter 28, 28-ാം അധ്യായം verse from 10 onwards. 10 മുതൽ ഉള്ള ചില വാക്യങ്ങൾ. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. Hallelujah. Here we know about the life of Jacob. യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. He betrayed his brother. He cheated by lying to his father. അവൻ്റെ അപ്പനോട് വ്യാജം പറഞ്ഞു, അവൻ്റെ സഹോദരനെ വഞ്ചിച്ചു. And he got the birthrights. അവൻ്റെ ജ്യേഷ്ഠാവകാശം കരസ്ഥമാക്കി. We know that God had a greater plan for Jacob. ദൈവത്തിന് വളരെ ഉത്തമമായ ഒരു പ്ലാൻ യാക്കോബിനെ കുറിച്ചുണ്ടായിരുന്നു. And God chose Jacob more than Esau. യേശാവിനേക്കാൾ യാക്കോബിനെ ദൈവം It was തെരഞ്ഞെടുത്തു. a plan of election. അത് ദൈവത്തിൻ്റെ ഒരു It തെരഞ്ഞെടുപ്പായിരുന്നു. was not a plan of discrimination. അത് ഒരു വിവേചനം എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. But it was a unique call upon Jacob's life. ദൈവത്തിൻ്റെ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദൈവത്തിൻ്റെ ദൈവവിളിയായിരുന്നു അത്. But I believe personally that God would have not planned to make Jacob to lie in that place. I believe that God would have not wanted Jacob to betray or to cheat his brother to be elected. സ്വന്തം ജ്യേഷ്ഠനെ വഞ്ചിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. But rather God would have had a different plan to call and to bless him. ദൈവത്തിന് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം, യാക്കോബിനെ വിളിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. How to bless him and how to proceed in his life. എങ്ങനെ അനുഗ്രഹിക്കണം, എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നെല്ലാം ദൈവത്തിൻ്റെതായ പ്ലാനുകളുണ്ട്. But this one happened. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. And he starts his journey through the wilderness. ഈ മരുഭൂമിയിലൂടെ യാത്ര തുടരുന്നു. He was afraid, he was scared of his brother. അവന് യേശാവിനെ ഭയമായിരുന്നു. And he left everything to his uncle's house, Laban. എല്ലാം ലാബാന്റെ ഭവനത്തിൽ വിട്ടിട്ട് And he started his journey through the wilderness. ഈ മരുഭൂമിയിലൂടെ യാത്ര പോകുന്നു. Even through the wilderness, God was with him. ഈ മരുഭൂമിയുടെ അവസ്ഥയിലും ദൈവം യാക്കോബിനോട് കൂടെയിരുന്നു. You see Jacob, that while he was all alone, God gave him a vision. യാക്കോബ് തനിയെ ആയിരുന്നപ്പോൾ ദൈവം ഒരു ദർശനം യാക്കോബിന് കൊടുക്കുന്നു. God said, I will bless you and give you the land. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഈ ദേശം ഞാൻ നിനക്ക് നൽകി തരും. And he could understand this place is a holy place, and he called that place called Bethel. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണെന്ന് യാക്കോബിന് മനസ്സിലായി. അതുകൊണ്ട് ബേഥേൽ എന്ന് പേര് വിളിച്ചു. And he also vowed to God that I will give 10th of my portions as a remembrance, as a commitment. എനിക്ക് ഉള്ളതിൻ്റെ എല്ലാം 10-1 ഞാൻ നിനക്ക് തരും എന്ന് ദൈവത്തിനോട് ഒരു വാഗ്ദത്തവും യാക്കോബ് ചെയ്തു. Keep this instance in your mind. Keep this instance in your mind. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് സൂക്ഷിച്ചു വയ്ക്കുക. And after he experienced in his life for the few years in his uncle's house, ചില വർഷങ്ങൾക്ക് ശേഷം ലാബാനോടുകൂടി ആയിരുന്നതിന് ശേഷം, after the blessing he received from God, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം, you need to come to the chapter 32. 32-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ He once again starts his journey back to his house. തിരിച്ച് അവന്റെ സ്വന്തം ഭവനത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. In verse 22, 22-ാം വാക്യത്തിൽ,
തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. Praise God. ഹല്ലേലൂയ. Again in his life, he walks to the wilderness and he's all alone. മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ യാക്കോബ് തനിയെ ആയിത്തീരുന്നു. First time he intervened and he was encountered by God, but God was on heaven. ആദ്യം ദൈവം യാക്കോബിനോട് ഇടപെടുന്നതായിട്ട് നാം കാണും. പക്ഷേ കർത്താവ് സ്വർഗത്തിലായിരുന്നു. You see the description of the vision that later, on the top of the ladder was the angel of the Lord. ആ ഗോമയുടെ മുകളിൽ, ഏറ്റവും മുകളിൽ കർത്താവിൻ്റെ ദൂതൻ നിൽപ്പുണ്ടായിരുന്നു. He could understand and he could know that God was with him. യാക്കോബിന് മനസ്സിലായി ദൈവം തന്നോട് കൂടെ ഉണ്ടെന്ന്. But in the second time when he was going through the wilderness, രണ്ടാമത്തെ പ്രാവശ്യം മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ God was next to him. കർത്താവ് വളരെ അരികത്ത് യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു. He could understand and could be transformed what God wants him to be. ദൈവത്തിന് യാക്കോബിനെ കുറിച്ചുള്ള ഉദ്ദേശം എങ്ങനെ യാക്കോബ് വ്യത്യാസപ്പെടണം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടണം എന്ന് യാക്കോബിന് മനസ്സിലായി. God allowed a period of wilderness in Jacob's life. ദൈവം യാക്കോബിന് ആ മരുഭൂമിയിൽ പ്രത്യക്ഷനായി. The second time he was being asked, verse 26 onwards. 26 മുതൽ ഉള്ള വാക്യങ്ങൾ, എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. Verse 27 onwards. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. Praise be to God. ഹല്ലേലൂയ. When the first time someone asked who or what was his name, he said he was Esau. He cheated and he lied to his own father. ആദ്യം അവൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൻ്റെ അപ്പനോട് ഞാൻ ഏശാവാണെന്ന് കള്ള പറഞ്ഞു. But when God spoke to him in the second time through the wilderness, he committed and he said that truly he was a cheater. He was Jacob. കർത്താവ് ചോദിച്ചപ്പോൾ അവൻ ഉള്ള കാര്യം സമ്മതിച്ചു. ഞാനൊരു വഞ്ചകനാണ്, എൻ്റെ പേര് യാക്കോബ് എന്നാണ് എന്ന് സമ്മതിച്ചു. He wanted to acknowledge the reality of his life. അവൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഭവത്തെ ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യുവാനിടയായി. Jacob literally means cheater. യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം ചതിയൻ, വഞ്ചകൻ എന്നാണ്. When he realized that no more we can hide from anybody, we have to be transformed in order to be a blessing to many, God taught him a lesson through the wilderness that unless you completely break your truth, you cannot be the one who he wants you to be. നീ വാസ്തവമായി നീ ആരെന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിൽ നിനക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയില്ല. You can hide anything which you go through in your life from anybody, but you cannot hide any single thing from God. നമുക്ക് ഒരുപക്ഷെ എല്ലാവരെയും വഞ്ചിക്കുവാൻ സാധിച്ചേക്കാം, പക്ഷെ കർത്താവിനെ വഞ്ചിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. But God wants you to confess it before him by your own mouth and willingness. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. He wants you to confess your reality before him. നിങ്ങളുടെ ഉള്ള അവസ്ഥ അതുപോലെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് Maybe you are weak. Maybe you are weak. നിങ്ങൾ വളരെ ബലഹീനാവസ്ഥയിലായിരിക്കാം. Maybe you are desperate. വളരെ പ്രയാസത്തിന്റെ അനുഭവത്തിലായിരിക്കാം. Maybe you are trying to do something and you want to be blessed and you have good intentions, but you are unable to execute them in a way God wants it to be. നിങ്ങൾ വളരെ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ടായിരിക്കാം, എന്നാൽ അത് ഒരു പൂർത്തീകരണത്തേക്ക് വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. But God wants you to allow him to work through you by admitting yourself who you really are. നീ വാസ്തവമായി ആരാണ് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, കൺഫസ് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. When he said, "My name is Jacob," and God replied, എൻ്റെ പേര് യാക്കോബാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇതാണ് യാക്കോബിനോട് പറഞ്ഞത്. When he replied and when he said that your name shall no longer be called Jacob but Israel. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം യാക്കോബിനോട് പറഞ്ഞു. When Jacob realized and confessed the truth, God turned what was meant for a different, a mocking name into a blessing.
ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്ന് പറഞ്ഞപ്പോൾ, ഏറ്റു പറഞ്ഞപ്പോൾ, ദൈവം പുതിയൊരു പേര് കൊടുത്ത് അവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റി തീർത്തു. Until then, he was a name, while people would have mocked him because of his literal meaning. അതിൻ്റെ ആ പേരിൻ്റെ അർത്ഥം ഓർത്ത് ഒരുപക്ഷെ പലരും യാക്കോബിനെ പരിഹസിച്ചിരിക്കാം. But from that moment onwards, when he committed completely to the Lord's hand and to the Lord's will and plan, God transformed him as a blessing to nations. ദൈവത്തിൻ്റെ ഹിതത്തിനായി സമർപ്പിക്കുകയും കുറ്റങ്ങളെ ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ദൈവം അവൻ്റെ പേര് മാറ്റി, അവസ്ഥ മാറ്റി, അവൻ്റെ നിന്ദ മാറ്റി. Praise be to God. ഹല്ലേലൂയ. And through the wilderness, Jacob was reformed. ആ മരുഭൂമിയുടെ അവസ്ഥയിൽ യാക്കോബിനെ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാക്കി ദൈവം മാറ്റി. This isolation was a factor that could reform Jacob so that God would bless him and God might fulfill his plan. യാക്കോബിനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ പ്ലാനുകൾ യാക്കോബിലൂടെ നടപ്പാക്കുവാൻ ദൈവം യാക്കോബിനെ ഒരു വ്യത്യസ്തനായ വ്യക്തിയാക്കി മാറ്റി തീർത്തു. This reformation was a key event so that when Jesus Christ would come to the earth, he can come through the lineage of David. ഈ രൂപാന്തരം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. കർത്താവായ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആ ഇസ്രായേലിലൂടെ ജന്മമെടുക്കുവാൻ കർത്താവിനിടയായതിൻ്റെ കാരണം ഇതാണ്. And he was represented as a nation. യാക്കോബിൽ നിന്ന് ഇസ്രായേൽ ഉണ്ടാകുവാനിടയായ ഒരു ജാതിയായി തീരുവാനിടയായി. Praise be to God. ഹല്ലേലൂയ. And the 12 tribes and the following history happened. 12 ഗോത്രങ്ങളും അതിൽ നിന്ന് പുറപ്പെടുവാനിടയായി. Praise be to God. Hallelujah. Today I would like to encourage and remind you that if there is any isolation in your life personally, remember, if it is permitted through God, accept it. Submit to his will so that he will give you revelations, he will revive you and he will reform you. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഏകാന്ത അനുഭവം അല്ലെങ്കിൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ദൈവം നിങ്ങളെ ആ അനുഭവത്തിൽ ദൈവത്തിന് നാം സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൽ കൂടുതലായി നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. The church should go through the wilderness to experience revelation. ചർച്ച്, ഒരു സഭ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ സ്വീകരിപ്പാനിടയായിത്തീരും. The church should go through the wilderness to experience revival. ഒരു വലിയ ഉണർവിലൂടെ കടന്നു പോകുവാൻ വേണ്ടി കർത്താവ് ചിലപ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നമ്മെ കടത്തിവിടും. The church should go through the wilderness so that it can be reformed. ഒരു വ്യത്യസ്തനായ വ്യക്തിയാക്കി തീർക്കുവാൻ, ഒരു വ്യത്യാസമുള്ള സഭയായി തീർക്കുവാൻ നമ്മെ ചിലപ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കർത്താവ് കടത്തിവിടും. But while you go through the wilderness, depend on God. നാം മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. Completely surrender and give everything to the Holy Spirit. നമ്മെ തന്നെ മുഴുവനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. Let his will be done. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാകട്ടെ. Not our own agendas. നമ്മുടെ സ്വന്തം പ്രോഗ്രാമുകളല്ല. May the Lord's name be lifted up. കർത്താവിന്റെ നാമം ഏറ്റവും ഉയർന്നിരിക്കട്ടെ. Praise be to God. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Amen. ഹല്ലേലൂയ. Let's pray. Father, we thank you for this wonderful time you have given us, Lord. We thank you, we glorify you, we magnify you. Thank you for the wonderful moment in our life which you have given us. Father, Lord, thank you for speaking to us. As we walk through the way of wilderness, O God, we know that you are with us. We know that you will help us to realize what we need to do. And we know that when we walk through the wilderness along with you, you shall give us revelation. You shall help us to experience revival. And you shall reform us. As a church, as a members of the body of Christ, we pray you be our ever head, of Father God. You be the everlasting head of our life. Yes, Father, that your name be lifted high. We give up everything and we cast out everything which you hate in us. We completely surrender. We confess the reality. We need your Holy Spirit, O God. We need your help. Yes, Father God, strengthen us, revive us, give us revelation, reform us. Let your name be glorified, let your name be magnified. We give you all the glory and honor. We give you all the thanks and praises. In Jesus Christ's name we pray, Father God. Amen. Amen.